അയ്യോ, ഇവിടെ ജാതിയൊക്കെ ഉണ്ടോ? ചിലർ ജാതി പറയുന്നത് അവസരങ്ങൾ നേടിയെടുക്കാനുള്ള, തട്ടിയെടുക്കാനുള്ള ചില ഉപകരണമായിട്ടല്ലേ? ഇങ്ങനെയൊക്കെയുള്ള സവർണ ബോധമുണ്ടല്ലോ, അല്ലെങ്കിൽ സവർണ നിഷ്കളങ്ക ആകുലതകളുണ്ടല്ലോ. ഈ ആകുലതകൾക്ക് മുകളിലേക്കാണ് നിതിൻ രാജ് എന്ന വിദ്യാർത്ഥിയുടെ മൃതദേഹം വന്ന് പതിക്കുന്നത്. അതിന് ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം എന്നും ഉത്തരവാദികളാണ്. നിതിൻ രാജിനെ നമ്മൾ കൊന്നത് തന്നെയാണ്. ഓവർ റേറ്റഡ് തൊഴിൽ വ്യവസ്ഥയായ അധ്യാപക വർഗം ഈ പണി തുടങ്ങിയിട്ട് കാലം കുറേ ആയതാണ്. അത് ഇന്നതിലൊന്നും തുടങ്ങിയതല്ല. നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, തൊഴിൽ വ്യവസ്ഥയുടെ പേരിൽ, വരുന്ന സാഹചര്യങ്ങളുടെ പേരിൽ, അങ്ങനെ പല വിധത്തിലുള്ള അപമാനങ്ങളിലൂടെ വിദ്യാർത്ഥികളെ കടത്തിവിട്ട് അവരുടെ സർഗശേഷിയെയും അവരുടെ പഠനശേഷിയും ഇല്ലായ്മ ചെയ്ത് അവരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന പ്രവണത അധ്യാപകർ ഉപേക്ഷിക്കേണ്ടത് തന്നെയാണ്. അല്ലെങ്കിൽ അധ്യാപകരിൽ നിന്ന് സമൂഹമോ ഈ സമൂഹത്തിൻ്റെ നൈതികതയോ പ്രതീക്ഷിക്കുന്നത് അത്തരമൊരു കാര്യമല്ല. പരസ്യമായി ജാതി പറയാതെ ഇരുന്നാൽ, ഇതൊന്നും ഇല്ലെന്നങ്ങ് വിശ്വസിച്ചാൽ, ഇതൊക്കെ അങ്ങ് മാഞ്ഞു പോകുമെന്ന് വിശ്വസിക്കുന്ന മൗഢ്യരുടെ ലോകത്താണ് ഇപ്പോഴും നമ്മൾ ജീവിക്കേണ്ടി വരുന്നത് എന്ന് പറയുന്നത് ഗതികേട് തന്നെയാണ്. രോഹിത് വെമുലയെയോ അല്ലെങ്കിൽ ദുരഭിമാനക്കൊലയുടെ ഇരയാകേണ്ടി വന്ന കെവിനെയോ മറന്നു കളയാൻ ഈ നാട്ടിലെ മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ആർക്കും പെട്ടെന്നങ്ങ് സാധിച്ചെന്ന് വരില്ല. അവരുടെ നിരയിലേക്കാണ് ഒരു പേരും കൂടി നമുക്ക് ചേർക്കേണ്ടി വരുന്നത്. ഗതികേടാണ്, തീർത്തും ഗതികേട്. വിദ്യാർത്ഥി സംഘടനകൾ തെരുവിലിറങ്ങേണ്ടതായിട്ടുണ്ട്. മനുഷ്യാവകാശ പ്രവർത്തകർ പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യപക്ഷത്തിൽ നിൽക്കുന്ന ഓരോ ആളും തങ്ങളുടെ മാനവികതയും നൈതികതയും ഉയർത്തിപ്പിടിച്ച് ഈ വിഷയത്തോട് പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ അന്തർലീനമായിരിക്കുന്ന ഈ ജാതി എന്ന് പറയുന്ന നീചത്വമുണ്ടല്ലോ, അതിൻ്റെ അധമബോധമുണ്ടല്ലോ, അതിനെ നീക്കം ചെയ്യാതെ ഒരു സുസ്ഥിര സംവിധാനം ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. നിതിൻ രാജ് എന്ന വിദ്യാർത്ഥിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. വിദ്യാർത്ഥിയുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാമെന്ന് മാത്രം ഓർമ്മിപ്പിക്കട്ടെ. നന്ദി.